അങ്ങനെ നാം തെരഞ്ഞു വെച്ചിട്ട് ദാ വെച്ചു എന്നിട്ട് പറയണു, അതേ നീ എൻ്റെ ഈശ്വരനാണ് എന്ന്. പക്ഷേ ഈശ്വരനാണ് എന്ന് പറയുമ്പോൾ ഈശ്വരനാരാ? അതിന് നിങ്ങളുടെ കയ്യിൽ മറുപടി ഉണ്ടോ? ഇല്ല. അപ്പം അദൃഷ്ടനും അങ്ങേയറ്റം അനന്ത ദൂരത്തുള്ളവനുമായ ഒരു ഈശ്വരനെയാണ് സാധാരണ ഉപാസിക്കുന്നത്. ആ ഉപാസന ഏകപക്ഷീയമാണ്. ഈശ്വരൻ അതിൽ ഇൻവോൾവ് ആണോ എന്ന് ചോദിച്ചാൽ എവിടെയാ നിങ്ങളൊന്ന് പറയൂ. ഇന്ന് നാം അർച്ചന ചെയ്തു, ആ പുഷ്പങ്ങളൊക്കെ നാളെ എടുത്തു കളഞ്ഞ് വെടുപ്പാക്കി രണ്ടാമത് പുഷ്പങ്ങൾ കൊണ്ടുവന്ന് അർച്ചന ചെയ്തു. എത്ര ദിവസം ചെയ്തു എന്ന് ചോദിച്ചാൽ പടം മറുപടി പറയോ? ഏകപക്ഷീയമാണത് മുഴുവനും. ഇവിടെ അങ്ങനെയല്ല. ശ്രേയൈച്ഛതാം ഉപാസ്യ. കേൾക്കുന്നുണ്ടോ? ശ്രേയസ് വേണം എന്ന് അഭിലഷിക്കുന്നവർക്കെല്ലാം ഉപാസ്യനാണ് ആര്? ഈ അവധൂതൻ, അവധൂതനെ പോലെയുള്ളവൻ. നമുക്ക് എന്തെങ്കിലും മനുഷ്യജീവിതത്തിൽ നന്മയോ ബലമോ സമ്പന്നതയോ ധന്യതയോ മിടുക്കോ മിഴിവോ ഒക്കെ വേണമെങ്കിൽ ഇങ്ങനെയുള്ളവരുടെ കയ്യിൽ നിന്നേ കിട്ടുള്ളൂ. അവർ പറയുന്ന വാക്കുകളിൽ നിന്നേ കിട്ടുള്ളൂ. ജീവിത മൂല്യങ്ങൾ, ജീവിത ആദർശങ്ങൾ, ജീവിത പരിഷ്കരണങ്ങൾ, ജീവിതത്തിനുള്ള സമ്പന്നതകൾ, ജീവിതത്തിനുള്ള ഭൂഷണങ്ങൾ, ഇതൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ അച്ഛനമ്മമാർ പോലും നിങ്ങൾക്ക് തരാൻ പറ്റില്ല. സാധാരണ അധ്യാപകന്മാരുടെ കയ്യിൽ ഒന്നുമില്ല. താനുന്നാത്തേവരെ വരം കൊടുക്കില്ല എന്നുള്ളത് തന്നെ അവിടെ പ്രമാണം. ഉപാസ്യ ശ്രേയൈച്ഛതാം ഭുങ്ക്തേ സർവത്ര ദാതൃണാം ദഹൻ പ്രാഗുത്തരാശുഭം. ഇതെങ്ങനെയാ ഞാനിത് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുക? നിങ്ങൾ മനസ്സിലാക്കുമോ? സംശയമുണ്ട്, എനിക്ക് സംശയമുണ്ട്. എന്നാലും ഭാരതീയരാണല്ലോ, ഭാരത കുഞ്ഞുങ്ങളാണല്ലോ നിങ്ങളെല്ലാവരും. ഭാരത ജനനി കരുപ്പിടിപ്പിച്ചതാണ് നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ മനസ്സ്. അതുകൊണ്ട് കുറച്ചെങ്കിലും മനസ്സിലാക്കാതെ ഇരിക്കില്ല. ഭുങ്ക്തേ സർവത്ര ദാതൃണാം. ഈ സന്യാസിമാർക്കോ ഭാഗവതന്മാർക്കോ ഭക്തന്മാർക്കോ എന്തുണ്ടോ അതൊക്കെ ബാക്കിയുള്ളവർ കൊടുക്കുന്നതാണ്. ചിലർ വസ്ത്രം കൊടുക്കും, ചിലർ പണം കൊടുക്കും, ചിലർ എന്തെങ്കിലും പദാർത്ഥങ്ങൾ കൊടുക്കും. ഇപ്പം ഞാൻ നൈമിഷാരണ്യത്തിൽ 9ാമത്തെ കൊല്ലമാണല്ലോ ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രം നടന്നത്. ആദ്യമേ മുതൽക്ക് നമ്മുടെ മനസ്സിലുള്ളതാണ്. ബഹുസഹസ്രം, അനേക സഹസ്രം ഭക്തജനങ്ങളാണ് അവിടെ സമ്മേളിക്കുന്നത്. അവർക്ക് 4 നേരം ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ അന്നദാനം വളരെ ചിട്ടയായിട്ട് നന്നായിട്ട് നടത്തണം എന്നുള്ളത് നിർബന്ധമാണ്. വരുന്നവർക്കൊക്കെ അവിടെ ഭക്ഷണം കൊടുക്കും. എന്തിനാ? ഭക്ഷണം തയ്യാറാക്കി വീട്ടിൽ പോയി ബുദ്ധിമുട്ടേണ്ട ഒരു സന്ദർഭം വരരുതെന്ന്. കാലത്ത് 9 മണിക്ക് തുടങ്ങിയാൽ വൈകുന്നേരം 6:30 മണി 7 മണി വരെ അവിടെ തത്വപ്രവചന പരമ്പരയും ബാക്കിയുള്ള കാര്യങ്ങളുമാണ്. അത് കേൾക്കണമെങ്കിൽ അതിൻ്റെ ഇടയിൽ വീട്ടിൽ പോയി വെച്ച് വിളമ്പി ഊണ് കഴിച്ച് അവിടെ നിന്ന് അങ്ങോട്ട് വരാൻ പറ്റുമോ? അപ്പോൾ വരുന്നവരെല്ലാവരും ഭക്ഷണത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് അവർ നോക്കണ്ട. വസ്ത്രം കൊടുക്കാൻ നമുക്ക് ആവശ്യമില്ല, വേണ്ടേനും. അപ്പോൾ അവർ വന്നു, ഭക്ഷണം കഴിച്ചു, അവിടെ ഇരുന്നു. വൈകുന്നേരവും ഭക്ഷണം കഴിച്ചു, വീട്ടിൽ പോയി. പിറ്റേ ദിവസം കുളിച്ചെല്ലാം കഴിഞ്ഞതിന് ശേഷം വന്നു. വീട് വെടുപ്പാക്കുക എന്നുള്ളത്, അടിക്കുക തുറയ്ക്കുക ഇങ്ങനെയുള്ളതല്ലാതെ ഭക്ഷണം അതിന് കടയിൽ പോയി സാമാനങ്ങളും മേടിക്കണ്ട, അടുപ്പും പൂട്ടണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഈ അന്നദാനം നടത്തുന്നത്. ഞങ്ങളുടെ ജ്ഞാനദാനം പോലെ മുഖ്യമാണ് അന്നദാനം. ഒന്ന് കൈയാണെങ്കിൽ മറ്റേത് കാലാണ്. ഇത് രണ്ടും കൂടിയാലല്ലേ മനുഷ്യ ശരീരം കാര്യക്ഷമമാകൂ. ആ അന്നദാനത്തിന് ദ്രവ്യങ്ങൾ എല്ലാവരും നൽകണം എന്നൊരു തോന്നൽ ഭൂമാനന്ദ സ്വാമിജിയുടെ മനസ്സിലുണ്ട്. ആ ദ്രവ്യ സമർപ്പണം ഭോജനത്തിനുള്ളത്. ആർക്ക്? ഭാഗവതന്മാരെ ഊട്ടാനുള്ളത്. നിങ്ങളുടെ വീട്ടിൽ കുട്ടികൾക്കും കുടുംബക്കാർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അത് അവരവർക്ക് മാത്രം വേണ്ടിയിട്ടുള്ളതാണ്. അവരവർക്ക് മാത്രം വേണ്ടി ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്നതിനെ പറ്റി കൃഷ്ണൻ ഭഗവത്ഗീതയിൽ എന്താ പറയണത് എന്നറിയോ നിങ്ങൾക്ക്? ഭുഞ്ചതേ ത്വകം പാപ ഏ പചന്തി ആത്മകാരണാത്. അവരവർക്ക് മാത്രം വേണ്ടി ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്നവർ വാസ്തവത്തിൽ പാപഭോജികളാണ്. പാപമാണ് അവർ തിന്നുന്നത്. യജ്ഞം എന്ന് പറഞ്ഞ അവരുടെ കയ്യിലുള്ള സമ്പത്തിൻ്റെ ഒരു ഭാഗം ഈശ്വരന് വേണ്ടിയോ ഭക്തന്മാർക്ക് വേണ്ടിയോ കൊടുത്തു കഴിഞ്ഞാലേ ബാക്കിയുള്ളത് ശുദ്ധമാവുള്ളൂ. അപ്പോൾ ഈ ഭോജനദ്രവ്യ സമർപ്പണം എന്ന് പറഞ്ഞൊരു ഐറ്റം ഇൻട്രൊഡ്യൂസ് ചെയ്ത് എല്ലാവരോടും ഞങ്ങൾ കുറേശ്ശെയായിട്ട് പറഞ്ഞു വരിക. ഓരോ കൊല്ലം ചെല്ലും തോറും അതിന് പ്രചാരം കൂടുതലാണ്. അവരുടെ വക എന്തെങ്കിലും, ഞാൻ തുറന്നു പറയും ചെയ്യും, നിങ്ങളുടെ വക എന്തെങ്കിലും ഒരു സാധനം ഇവിടെ ഭാഗവതന്മാരുടെ വയറ്റിലും അവരുടെ കുടുംബത്തിലും എത്തണമെന്ന്. അത് ചേനയാണെങ്കിൽ ചേന, ഇളവനാണെങ്കിൽ ഇളവൻ, മത്തനാണെങ്കിൽ മത്തൻ, നാളികേരമാണെങ്കിൽ നാളികേരം, അരിയാണെങ്കിൽ അരി, പരിപ്പ്, പഞ്ചസാര, എന്തുണ്ടോ അത് എന്തെങ്കിലും ഒന്ന് വേണമെന്ന്. എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. എന്തെങ്കിലും കൊടുത്താൽ അവർക്ക് സന്തോഷമുണ്ട്. എന്തിനാ ഞാനിതിവിടെ പറയണത്? ഭുങ്ക്തേ സർവത്ര ദാതൃണാം. കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ എന്താവണം? അതേ, ഞാൻ കൊടുത്തു. ആർക്ക് വേണ്ടിയിട്ട്? അവന് വേണ്ടിയിട്ട്. നിങ്ങൾ കൊടുക്കണത് ദ്രവ്യമാണ്. ആ ദ്രവ്യം മേടിക്കുന്ന ആൾ ഉപയോഗിക്കുന്നു. പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് ദാനമാണ്. ദ്രവ്യത്തിന് ദാനം എന്ന് പറയില്ല.
ദ്രവ്യം കൊടുക്കുന്ന ആ പ്രക്രിയയാണ് ദാനം എന്ന് പറയുന്നത്. പ്രേക്ഷകരെ, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ പറയുന്നത്? ഞാനൊരു സാധനം നിങ്ങൾക്ക് തരുമ്പോൾ തരുന്നത് വസ്തുവാണ്. പക്ഷെ ആ തരിക എന്നുള്ള പ്രവൃത്തി എന്താ? ഇപ്പോൾ ഒരു കടയിൽ ചെന്നു, അവിടെ ചെന്ന് പല സാധനവും കടക്കാരൻ നമുക്ക് തരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ട്. അതിൽ വണ്ടി ഉന്തി നിങ്ങൾ കൊണ്ടുപോയി സാധനങ്ങളൊക്കെ പെറുക്കിയെടുത്ത് വെച്ചു. അവസാനം അവർ ബില്ലിട്ടു. കാശ് കണക്കിന് മേടിക്കുന്നുണ്ടോ? അപ്പോൾ അവർ നിങ്ങൾക്ക് തരുന്നതും സാധനമാണ്, നിങ്ങൾ കൊടുക്കണതും സാധന. ഇത് രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? രണ്ടാളും കൊടുക്കണത് ദ്രവ്യ. സൂപ്പർ മാർക്കറ്റിൽ നിങ്ങൾക്ക് തരണത് കച്ചവടവും അവർക്ക് ലാഭം ഉണ്ടാക്കാനാണ്. അതുകൊണ്ട് അവരുടെ കുടുംബം നടത്തുന്നു, പണക്കാരാവുന്നു. ഇവിടെയോ ചേന മേടിച്ചു കൊടുത്തു നൈമിഷാരണ്യ സത്രത്തിൽ. 5 പറ അരി അവിടെ സമർപ്പിച്ചു. എന്നിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടുക? ചെലവാണ്. പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് ദാനം, ദാനം, സമർപ്പണം. അനേക സഹസ്രം ഭക്തന്മാർ വന്ന് അവർ ഒരു ഭാഗത്ത് ശ്രീമദ് ഭാഗവതം കേട്ടുകൊണ്ടിരിക്കുന്നു, തത്വപ്രവചന പരമ്പരയിൽ അങ്ങനെ മുങ്ങി വിഹരിക്കുകയാണ്. അവരുടെ ജഠരാഗ്നി കത്തിജ്വലിക്കുമ്പോൾ വിശപ്പുണ്ടാവും. ആ വിശപ്പ് തീരാൻ വേണ്ടിയിട്ട് അന്നശാലയിൽ ഭക്ഷണം കൊടുക്കുന്നുണ്ട്, അന്നക്ഷേത്രത്തിൽ. ആ ഭക്ഷണം കൊടുക്കുന്നതിന് എൻ്റെ വക ഒരു സമർപ്പണം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ച് നിങ്ങൾ കൊടുക്കുന്നത് ഒരു സമർപ്പണവും ഒരു ദാനം എന്ന് പറയാൻ കൂടി ഞാനത് ഇഷ്ടപ്പെടുന്നില്ല. ഒരു ഭക്തനോ ഈശ്വരനോ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്താലും അതൊരു സമർപ്പണമോ ഉപഹാരമോ ആണ്. സമർപ്പണോപഹാരം എന്ന് വേണമെങ്കിൽ പറയാം. ആ സമർപ്പണം കൊടുക്കുന്നത് കൊണ്ട് ആർക്കാ ബെനിഫിറ്റ്? ആർക്കാണ് നേട്ടം? മേടിച്ചവർക്കല്ല. അവരുടെ വിശപ്പ് മാറി എന്നുള്ളത് ശരിയാ. ഒരു സമർപ്പണം എന്നുള്ള നിലയ്ക്ക് ആര് സമർപ്പണം ചെയ്യുന്നുവോ ആ ആൾക്കാണ് അതിൻ്റെ നേട്ടം. അതെന്താ? ദഹൻ പ്രാഗുത്തരാശുഭം. ദാനം ചെയ്യുന്നത് കൊണ്ട് ദാതാക്കളിൽ മുൻകാലത്തിൽ അറിഞ്ഞോ അറിയാതെയോ നേടിവെച്ചിട്ടുള്ളതായ ദുശ്ശീലം, ദുസ്സമ്പത്ത്, പാപം എന്ന് പറയട്ടെ, അനാശാസ്യമായിരിക്കുന്ന പലതും ഉണ്ട്. അപ്പോൾ മുൻകാലത്ത് അറിഞ്ഞോ അറിയാതെയോ നേടിയിട്ടുള്ള അനാശാസ്യത, പാപം ഇപ്പോഴും ഇവിടുന്ന് അങ്ങോട്ടുമായി ഇനി സാധ്യതയുണ്ട് നേടാൻ. അപ്പം കഴിഞ്ഞു പോയതും വരാൻ പോകുന്നതുമായ അശുഭങ്ങളെ മുഴുവനും ദഹിപ്പിക്കുന്നു. കേട്ടോ നിങ്ങൾ? അവധൂതൻ്റെ മനസ്സിലുള്ള ഭാവ. ഇപ്പം നിങ്ങളിത് കേൾക്കുമ്പോൾ എനിക്കൊരാൾ എഴുതി അയച്ചതുപോലെ എന്താ പറയുക? അവധൂതൻ്റെ ഗർവ് കണ്ടില്ലേ, ഇങ്ങനെയാ പറയണത് എന്നല്ലേ ഇപ്പം നിങ്ങൾ പറയുക. അങ്ങനെ പറയുന്നവർക്ക് നിങ്ങൾ നഷ്ടപ്പെട്ടു എന്നർത്ഥം. ആ കേട്ടതുകൊണ്ട് ഒരു പ്രയോജനമില്ല. ഏതെങ്കിലും ഗംഗാനദിയിൽ ചെന്ന് കുളിച്ച് ആ പാപം കഴുകി കളഞ്ഞോളൂ. അവധൂതൻ തൻ്റെ മനസ്സിലുള്ളതാ പറയുന്നത്. ഭൂമാനന്ദ സ്വാമിജിയും അതുപോലെ മനസ്സിലുള്ളത് പറയണു. നിങ്ങൾ എന്താ എന്നെ കൊണ്ട് ആവശ്യപ്പെടുന്നത്? കളവ് പറയണം, ചതി പറയണം, വഞ്ചിക്കണം, പ്രേക്ഷകന്മാരെ ഞാൻ വഞ്ചിക്കണം എൻ്റെ വായിലൂടെ എന്നാണോ നിങ്ങൾ അഭിലഷിക്കുന്നത്? അതോ പ്രേക്ഷകന്മാരെ ഉദ്ബുദ്ധരാക്കണം, അവർക്ക് അനുഗ്രഹ വർഷം ലഭ്യമാക്കണം? എന്താണ് ഒരു പ്രവക്താവിൻ്റെ ദൗത്യം? അപ്പം ആലോചിച്ച് നോക്കിക്കോളൂ. ഇങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് ദഹൻ പ്രാഗ് ഉത്തരാശുഭം. വലിയൊരു ഇൻസൈറ്റാണ് ഇവിടെ പറയുന്നത്. പുണ്യകർമ്മങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുന്നുവോ ആ പുണ്യകർമ്മം കൊണ്ട് തത്കർത്താവിന്, ആ പുണ്യകർമ്മം ചെയ്യുന്നവന് ഉണ്ടാവാൻ പോകുന്നത് പുണ്യവർദ്ധനയാണ്, പാപനാശമാണ്. നിങ്ങൾ ഈശ്വരന് എന്തെങ്കിലും കൊടുത്താൽ കൊടുക്കുന്നതൊക്കെ ചെലവാ. ഈശ്വരന് ഇത് വല്ലതും കിട്ടുന്നുണ്ടോ? കിട്ടുന്നില്ല. ആ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ടുള്ള നേട്ടമോ? നിങ്ങൾ പുണ്യവാന്മാരാവുന്നു, കൂടുതൽ പുണ്യവാന്മാരാവുന്നു, അനുഗ്രഹീതരാകുന്നു, ജീവിതം സഫലമായി തീരുന്നു. അപ്പം നാം ചെയ്യുന്ന സത്പ്രവൃത്തികൾ കൊണ്ട് ഉണ്ടാവുന്ന നേട്ടം നമുക്കാണ്. നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സഹായം കൊടുക്കുമ്പോൾ ഞാൻ കൊടുത്തു, അവൻ മേടിച്ചു കൊണ്ടുപോയി എന്ന് പറഞ്ഞ് അവനെ ഉദ്ദേശിച്ചല്ല കൊടുക്കേണ്ടത്. ഞാൻ കൊടുക്കുന്നത് എൻ്റെ കയ്യിലുണ്ട്, എനിക്ക് കൊടുക്കണം എന്ന് തോന്നുന്നു. ആ കൊടുക്കുന്നത് കൊണ്ട് ഞാൻ പവിത്രമാകപ്പെടുന്നു, ഞാൻ പവിത്രനാകുകയാണ്, എനിക്ക് അതുകൊണ്ടുള്ള ധന്യതയും പുണ്യവും കിട്ടുന്നു എന്നാണ് വിചാരിക്കേണ്ടത്. അപ്പം അവധൂതൻ ഒരു തെണ്ടിയായിട്ടാണോ നടക്കുന്നത്? ഒരു ഹിപ്പി ആയിട്ടാണോ നടക്കുന്നത്? അദ്ദേഹം തെണ്ടിയും ഹിപ്പിയുമാണ്. പക്ഷേ അധ്യാത്മസമ്പന്നതയുള്ള തെണ്ടിയും ഹിപ്പിയുമാണ്. ആ ഹിപ്പിമാർ നടക്കുമ്പോൾ എന്തുണ്ടാവണു? ആരാരെല്ലാം അദ്ദേഹത്തിന് ഭക്ഷണമോ അല്ല വസ്ത്രമോ വേറെ എന്തെങ്കിലും സൗകര്യങ്ങളോ നൽകുന്നുവോ അവരുടെ എല്ലാവരുടെയും പാപത്തെ, അശുഭത്തെ, കഴിഞ്ഞുപോയതും വരാൻ പോകുന്നതിനെയും ദഹിപ്പിക്കുകയാണ്. ഏതുപോലെ? അഗ്നിയെപ്പോലെ എന്ന്. എത്ര വിശേഷപ്പെട്ട ഒരു പ്രസ്താവനയാണ്. നിങ്ങൾ എവിടെ എങ്ങനെ ഒരു പ്രസ്താവന കാണുക? വേറെ എവിടെയാ ഉള്ളത്? ഒന്ന് കേൾക്കട്ടെ. ഞാൻ എവിടെയെങ്കിലും ഉണ്ടെന്ന് നീ പറഞ്ഞത്. ക്വചിത് ഛന്നഃ ക്വചിത് സ്പഷ്ടഃ ഉപാസ്യ ശ്രേയൈച്ഛതാം ഭുങ്ക്തേ സർവത്ര ദാതൃണാം. എത്ര അഭിമാനത്തോടുകൂടി മമതയോടു കൂടിയിട്ടാ സംസാരിക്കുന്നത് അവധൂതൻ. എനിക്ക് ആരാരെല്ലാം എന്തെല്ലാം ഭക്ഷണ രൂപത്തിലോ മറ്റു പ്രകാരത്തിലോ നൽകുന്നുവോ ഞാൻ അത് മുഴുവനും അഗ്നിയെപ്പോലെ സ്വീകരിക്കുന്നു. നമ്മൾ കൊടുത്തതൊക്കെ അഗ്നി സ്വീകരിക്കുന്നു. അഗ്നി പറയാണ്, അയ്യോ എന്നിൽ ഇടരുതേ,
നിങ്ങളുടെ സമർപ്പണങ്ങൾ ഞാൻ ദഹിപ്പിക്കാൻ പറ്റില്ലേ, എൻ്റെ കുണ്ടമൊക്കെ നിറഞ്ഞു എന്ന് അഗ്നി പറയുകയാണെങ്കിൽ അഗ്നിയുടെ സ്വഭാവം കൊണ്ടും സ്വരൂപം കൊണ്ടും പ്രയോജനമില്ല. അതുമാതിരി ഒരു അവധൂതനോ ഒരു സന്യാസനിഷ്ഠനോ ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കുമ്പോൾ ഞാൻ മേടിക്കില്ല, തരരുത് എന്ന് പറയാൻ അങ്ങോർക്ക് അവകാശമില്ല. ഈ കൊടുക്കുന്നവരുടെ പാപശേഖരം മുഴുവൻ തീരാൻ വേണ്ടിയിട്ടാണ് ഒരു അവധൂതൻ സഞ്ചരിക്കുന്ന ദൈവത്തെ പോലെ ഈ ലോകത്തിൽ ജീവിക്കുന്നത്. ഭുങ്ക്തേ സർവത്ര ദാതൃണാം ദഹൻ പ്രാഗുത്തരാശുഭം. ഒരു സന്യാസിയുടെ ജീവിതം ഗൃഹസ്ഥ ജനങ്ങളെ അനുഗ്രഹിക്കാനാണെന്ന് പ്രേക്ഷകരെ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കിക്കോളൂ. ഒരു സന്യാസിക്ക് ജന്മം നൽകിയത് ഗൃഹസ്ഥന്മാരാണ്, വളർത്തിയതും ഗൃഹസ്ഥന്മാരാണ്. അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയതാണ് അധ്യാത്മ പൈതൃകം. അധ്യാത്മ സിരകൾ മുഴുവൻ അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയതാണ്. അതിനുശേഷം ഞാൻ മുമ്പ് പറഞ്ഞ മാതിരി ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയി ദീക്ഷ മേടിച്ച് ആ അധ്യാത്മ സമ്പത്തിനെ കൂടുതൽ പുഷ്ടിപ്പെടുത്തി പ്രകാശിപ്പിച്ച് അതിന് വീര്യം ഗുണം മഹിമയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഗൃഹസ്ഥന്മാരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം സന്യാസിയായി പ്രത്യക്ഷപ്പെടുന്നത്. ആ സന്യാസിമാരില്ലാതെ ഗൃഹസ്ഥ ജന്മം ഒരിക്കലും നന്നാവില്ല, സഫലമാവില്ല. നിങ്ങളുടെ മക്കളും നിങ്ങളുടെ കുട്ടികളും നിങ്ങളെ കല്യാണം കഴിച്ചവരും നിങ്ങളുടെ അച്ഛനമ്മമാരും മാത്രമായിട്ടൊരു ഗൃഹം നടത്തിയാൽ ആ ഗൃഹം നേരെയാവാൻ പോണില്ല, പൂർണ്ണമാവില്ല. അത് പൂർണ്ണമാവണമെങ്കിൽ ഇതാണ്. ഏതുപോലെ യദു ചക്രവർത്തിക്ക് എന്തായിരുന്നു കുറവ്? ഒന്നാം തരം ചക്രവർത്തി, എല്ലാ വിധത്തിലുള്ള അധികാരമുണ്ട്, വിഭവങ്ങളുണ്ട്, സമൃദ്ധിയുണ്ട്, എല്ലാമുണ്ട്. എന്നാലും ഒരവധൂതനെ കണ്ട് നമസ്കരിച്ച് അദ്ദേഹവുമായി ഇങ്ങനെ ഒരു സംവാദം നടത്തേണ്ട ആവശ്യമുണ്ടോ? ഉണ്ട്. മഹാരാജാവ് സഫലനാകണമെങ്കിൽ അദ്ദേഹത്തിന് ഈ അവധൂതനായിട്ടുള്ള സംവാദവും അനുഗ്രഹവും വേണം. അതുപോലെ പിന്നെ നിങ്ങൾക്കും വേണം. ആ സന്യാസിമാർ ചെയ്യുന്നത് എന്താ എന്ന് ചോദിച്ചാൽ ഭുങ്ക്തേ സർവത്ര ദാതൃണാം ദഹൻ പ്രാഗുത്തരാശുഭം. കൊടുക്കുന്നവരെ അദ്ദേഹത്തിന് എന്ത് നൽകുന്നുവോ ആ നൽകുന്നവരുടെ ഉള്ളിലുള്ള അശുദ്ധി മുഴുവനും തുടച്ചു മാറ്റി അതിൽ ആ ശുദ്ധി എന്ന് പറയുന്ന പൂർണ്ണ ചന്ദ്രനെ പ്രതിഷ്ഠിക്കുന്നതാണ് അവരുടെ ദൗത്യം. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് യദുചക്രവർത്തിയെ ഞാൻ ഈ ലോകത്തിൽ അവധൂതനായി സഞ്ചരിക്കുന്നത്. ഇത് അദ്ദേഹം പറയാതെ നമുക്ക് അറിയുന്നു തോന്നുന്നുണ്ടോ? നമ്മുടെ കയ്യിൽ വല്ല മീറ്റർ ഉണ്ടോ? ECG എടുത്താൽ അത് മനസ്സിലാവുമോ? അവധൂതൻ പറയുമ്പോഴല്ലേ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആ പറയുന്നതിന് ആത്മസ്തുതിയാണെന്ന് നിങ്ങൾ വിചാരിച്ചാൽ കാര്യം നടക്കുമോ? ഒരാളെ അനുഭവത്തിൽ നിന്ന് വേണം സംസാരിക്കാൻ. അനുഭവം ഞാൻ അനുഭവിക്കുന്നു, എനിക്ക് തോന്നുന്നു എന്നുള്ളതാണ് അനുഭവം. അപ്പം എൻ്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെയാണ് നില, ഞാൻ ഇതാണ് ചെയ്യുന്നത്, എൻ്റെ മനോഭാവം ഇതാണ് എന്ന് പറയുമ്പോൾ നാം അതിൽ ഒരു വികലമായി എന്തെങ്കിലും ആരോപിക്കുന്നത് ശരിയാണോ? അങ്ങനെയുള്ള അബദ്ധങ്ങൾ നിങ്ങൾക്ക് പിണയാതെ ഇരിക്കട്ടെ. ഇത് വാസ്തവത്തിൽ പറയേണ്ട ആവശ്യമില്ല, പറയാതെ തന്നെ നിങ്ങൾക്ക് തോന്നേണ്ടതാണ്. എന്നാലും ബഹുജനം പലവിധം എന്ന് പറയൂല്ലോ. അപ്പോൾ പലതരത്തിലുള്ളവരായതുകൊണ്ട് ഒരു ബാക്കിയുള്ളവർ അങ്ങനെ ഉണ്ടാവാം എന്നുള്ളൊരു ബോധം നിങ്ങൾക്കെങ്കിലും വേട്ടെ. ക്വചിച്ഛന്ന ക്വചിസ്പഷ്ട ഉപാസ്യ ശ്രേയ ഇച്ഛതാം ഭുങ്ക്തേ സർവത്ര ദാതൃണാം ദഹൻ പ്രാഗുത്തരാശുഭം. വേറെ ഒരു തരത്തിൽ ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുകയാണ്. ഞാൻ കൽക്കട്ടയിൽ ഇരുന്ന കാലത്ത് ഈ വക ശ്ലോകങ്ങളൊക്കെ വായിച്ചപ്പോൾ അന്ന് സന്യാസി ആയിട്ടില്ല. അപ്പോൾ ഈ ശ്ലോകങ്ങളിൽ നിന്ന് ഭൂമാനന്ദ സ്വാമി, അന്ന് ഭൂമാനന്ദ സ്വാമിജി അല്ല, അന്ന് കിട്ടിയിട്ടുള്ള ഇൻസൈറ്റ്, ഇൻസ്പിറേഷൻ ഉണ്ടല്ലോ, അത് വളരെ വളരെ വിശേഷപ്പെട്ടതാണ്, വിലമതിക്കാൻ പറ്റാത്തതാണ്. എത്ര പ്രവിഷ്ടാ വിഷയാ പരേരിത നദീപ്രവാഹ ഇവ വാരിരാശൗ ലിനന്തി സന്മാത്രതയാന വിക്രിയാം ഉത്പാദയന്ത്യേഷ യതിർ വിമുക്ത. ഒരു മനുഷ്യൻ ജീവൻ മുക്തനാകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ധ്യാനവും തപസ്സും മാത്രം മതിയെന്ന്? ഒരിക്കലും പോരാ. ഒരു കാലത്ത് നാം ധ്യാനിക്കണം. ഏതുപോലെ? ഒരു കാലത്ത് ക്ഷേത്രത്തിൽ പോകണം, പ്രദക്ഷിണം വയ്ക്കണം, തൊഴണം, നമസ്കരിക്കണം, അവിടുന്ന് എന്തെങ്കിലും പൂവോ പുഷ്പമോ എടുത്ത് തലയിൽ ചൂടണം. ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്, സ്കൂൾ കുട്ടികളെ പോലെ. എന്നാൽ ക്ഷേത്രത്തിൽ തന്നെ ജീവിതകാലം മുഴുവനും കൊണ്ടു നടക്കുക എന്ന് പറഞ്ഞാൽ പറ്റുമോ? പറ്റില്ല. അത് വിട്ട് അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാൻ പറ്റണം. അതുപോലെ ഇവിടെയുണ്ട് പല മാറ്റങ്ങൾ. ധ്യാനിക്കണം. ശരീരത്തിൻ്റെ ഉള്ളിൽ ശരീരമല്ലാതെ ശരീരി, ദേഹത്തിനുള്ളിൽ ഒരു ദേഹിയുണ്ട് എന്നറിയാൻ. ആ ദേഹി ആരാ? ആ ദേഹിയുടെ പ്രഭാവം കൊണ്ടും സാന്നിധ്യം കൊണ്ടുമാണ് ചിന്തകൾ, മനോവൃത്തികൾ, ചിത്തവൃത്തികൾ, ബുദ്ധിവൃത്തികൾ, അറിവ്, സ്മരണ, ഓർമ്മ, മറവ ഇതൊക്കെ നമുക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിനെല്ലാറ്റിനും സോഴ്സായിട്ടുള്ള ആ പൊരുൾ എന്താ എന്ന് മനസ്സിലാക്കാൻ കണ്ണടച്ചിരുന്ന് മനോവൃത്തികളെല്ലാം ഉപശമിച്ച് നിശ്ചലമായിരിക്കുന്ന ഒരു മനസ്സ്, നിർവികൽപ്പമായിരിക്കുന്ന ഒരു ബുദ്ധി നമുക്കുണ്ടായാലേ ഈ സത്യം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. മനസ്സിലായി എന്നിട്ടോ എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞതുകൊണ്ടായോ?
എപ്പോഴും ഈ സമാധിയിലിരുന്ന ശരീരം വിട്ടുപോവില്ല, എണീറ്റ് വ്യവഹരിക്കേണ്ടി വരും. ആ വ്യവഹരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ എന്തായിരിക്കും ആലോചിച്ച് നോക്കൂ. ഞാൻ പറഞ്ഞില്ലേ, അന്തർവ്യക്തീയമായിരിക്കുന്ന സമ്പർക്കം, പെരുമാറ്റം എളുപ്പമല്ല എന്ന്. തത്വജ്ഞാനികൾ എന്തിനാ ഈ ലോകത്തിൽ ജീവിക്കുന്നത്? ഈ ലോകത്തെ മുഴുവനും എൻ്റെ ഭക്തന്മാർ ശുദ്ധീകരിക്കുന്നു എന്നാ. മത് ഭക്തിയുക്തോ ഭുവനം പുനാതി എന്നാണ് കൃഷ്ണൻ പറയാൻ പോകുന്നത്. എൻ്റെ ഭക്തിയോടുകൂടി ഇരിക്കുന്ന സമയത്ത് ഈ ലോകത്തിന് മുഴുവനും അവരെ പവിത്രമാക്കുന്നു എന്ന്. നൈമിഷാരണ്യം സത്രത്തിൽ പ്രതിദിനം ഒരു നാമസങ്കീർത്തനം, ഒരു പ്രദക്ഷിണം ഞങ്ങൾ നടത്താറുണ്ട്. അത് എനിക്ക് വലിയ ഇഷ്ടമാണ്. എനിക്കെന്ന് പറയണോ ഭൂമാനന്ദ സ്വാമിജിക്ക് എന്ന് പറയണോ എന്നപ്പോൾ എനിക്ക് സംശയം. വലിയ ഇഷ്ടമാണ് ഭൂമാനന്ദ സ്വാമിജിക്ക് അത്. അങ്ങനെ എല്ലാവരെയും ഉത്സാഹിപ്പിച്ച് അങ്ങനെ ആടി പാടി ആനന്ദ നൃത്തം വെച്ചുകൊണ്ട് പ്രദക്ഷിണം വയ്ക്കണത് വലിയ ഇഷ്ടമാണ് എനിക്ക്. അത് എനിക്കിഷ്ടമായത് കൊണ്ടാണല്ലോ ഞാൻ നടത്തുന്നത്. അപ്പോൾ ഞാൻ സദസ്സിലോടും പറയും എനിക്ക് വലിയ ഇഷ്ടമാണെന്ന്. അപ്പോൾ അവരെ പറഞ്ഞ് ധരിപ്പിക്കുന്നത്, ഈ നാമം ജപിക്കുന്ന സമയം, ഈ സങ്കീർത്തനം മുഴങ്ങുന്ന സമയം, നിങ്ങൾ കൈകൊട്ടി ആടി പാടുന്ന സമയത്ത് നിങ്ങൾ ഭർത്താവല്ല, അല്ല, നിങ്ങൾ അച്ഛനല്ല, അമ്മയല്ല, ഭാര്യയല്ല, മകനല്ല, മകളല്ല, സഹോദരനല്ല, സഹോദരിയല്ല, ചങ്ങാതിയല്ല. പിന്നെ നിങ്ങൾ ആരാ? ഭാഗവതന്മാരാണ്, ഭക്തന്മാരാണ്. വൈകുണ്ഠമാണ് നിങ്ങളുടെ ഹൃദയത്തിൽ, മഹാവിഷ്ണുവാണ് നിങ്ങളുടെ ധമനികളിൽ. അങ്ങനെ ഭക്തന്മാരായി മത് ഭക്തിയുക്ത, എൻ്റെ ഭക്തിയോടുകൂടിയവരാണെങ്കിൽ ഭുവനം പുനാതി, ലോകത്തിന് മുഴുവൻ അവർ പരിശുദ്ധമാക്കുന്നു. ഇങ്ങനെ മനുഷ്യരെ പറഞ്ഞ് ധരിപ്പിച്ച് ആഹ്വാനം നൽകിക്കൊണ്ടാണ് ഞങ്ങളുടെ നാമസങ്കീർത്തന പ്രദക്ഷിണം നടക്കുന്നത്. എത്ര ജനങ്ങളാണെന്നോ, അവരുടെ ആവേശം കാണേണ്ടതാ. വടക്കേ ഇന്ത്യ തോറ്റുപോകും, വൃന്ദാവനം തോറ്റുപോകുന്നാണ് എനിക്ക് തോന്നുന്നത്. അത്ര വിശേഷപ്പെട്ട ഒരു നാമസങ്കീർത്തന ഒരു സന്ദർഭമാണത്.
വിശാലമായി ഈ ലോകത്തിൽ സ്വതന്ത്രമായി സഞ്ചരിക്കുന്ന സമയത്ത് പലതരത്തിലുള്ള ആൾക്കാരും നമ്മൾ ആവശ്യപ്പെട്ടാലും ആവശ്യപ്പെട്ടില്ലെങ്കിലും നമ്മളായിട്ട് സമ്പർക്കം പുലർത്താൻ എത്തി എന്ന് വരാം. ഇഷ്ടാനിഷ്ടങ്ങൾ പ്രദർശിപ്പിക്കാതെ ആര് വന്നാലും എന്തു പറഞ്ഞാലും അത് ഉൾക്കൊള്ളാനുള്ളതായ ഒരു സന്നദ്ധതയും ആഴവും നമുക്ക് വേണം. അതെങ്ങനെ എന്ന് ചിത്രീകരിക്കുകയാണ് ശങ്കരാചാര്യർ. ശങ്കരാചാര്യർ ഒരു സന്യാസിയായിരുന്നല്ലോ, ബ്രഹ്മവിദ്യാ പാരംഗതനാണ് എന്ന് പറയാം. അദ്ദേഹം വിവേക ചൂടാമണിയിൽ പറയുകയാണ്, എത്ര പ്രവിഷ്ടാ വിഷയാ പരേരിതാ നദീപ്രവാഹ ഇവ വാരിരാശവും. അങ്ങനെ പലരും പലതരത്തിലുള്ള സമർപ്പണങ്ങളോ ഉപഹാരങ്ങളോ നൽകിയെന്ന് വരാം. ഏത് ആശ്രമത്തിലും ആശ്രമം സമ്പാദിച്ചിട്ടുള്ള ഒരു ദ്രവ്യവും അവിടെയില്ല. അത് മുഴുവനും ഭക്തജനങ്ങളോ സാധകന്മാരോ ശിഷ്യന്മാരോ നൽകുന്നതാണ്. ഇപ്പം കേരളത്തിൽ ഇന്ന് കാലത്ത് അങ്ങനെയില്ല. മുൻകാലത്ത് ഭൂമി ഓരോരുത്തർ ജ്ഞാനികൾക്കും ഗുരുനാഥന്മാർക്കും കൊടുക്കാറുണ്ട്. നൈമിഷാരണ്യത്തെ ഒരാൾ പറഞ്ഞു, എനിക്ക് ഭാരതപ്പുഴയുടെ തീരത്ത് കുറച്ച് സ്ഥലമുണ്ട്, സ്വാമിജി ഒരു ആശ്രമം വെക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ സ്ഥലം തരാം. എത്ര സ്ഥലമാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? 1 2 3 അതിലധികമോ ഏക്കർ തരാം. ശരി, ആശ്രമത്തിൽ വന്ന് കണ്ട് സംസാരിക്കൂ, ഞങ്ങൾക്കങ്ങനെ പെട്ടെന്നൊരു ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്തിനാണ് അവർക്ക് അങ്ങനെ തോന്നണത്? അവരുടെ കയ്യിൽ എന്തോ വിഭവമുണ്ട്, അതൊരു നല്ല കാര്യത്തിന് ചെലവ് ചെയ്യാം എന്ന് പറഞ്ഞ് അവർക്ക് സമീപിക്കാവുന്ന ഒരു മഹാത്മാവിൻ്റെ അടുത്ത് ചെന്ന് അവർ പറയുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അത് ജീവിതത്തിൽ വലിയ ഒരു പുണ്യാഭിലാഷമാണ്. അങ്ങനെ പലതരത്തിലും പലതും ഓരോരുത്തരും ഇന്നതേ തരാനില്ല, അവരവർ ഉപയോഗിക്കുന്നത്, അവരവർക്ക് പരിചയമുള്ളത്. സന്യാസിമാർക്കോ വേറൊരാൾക്കോ കൊടുക്കുമ്പോൾ ആലോചിച്ച് കൊടുക്കണം എന്ന് വിചാരിക്കാത്തവരുണ്ട്. അവനവൻ്റെ സ്റ്റാൻഡേർഡും സ്റ്റൈലും അനുസരിച്ച് കൊടുക്കും. പാവപ്പെട്ടവൻ ചെറിയ പദാർത്ഥം കൊടുക്കും, നിസ്സാരമായിട്ടുള്ളത്. കുറച്ച് ഭേദപ്പെട്ടവൻ അതിനനുസരിച്ച് കൊടുക്കും. അങ്ങനെ എ വെറൈറ്റി ഓഫ് ഓഫറിങ്സ് കമ്മിങ് ഫ്രം എ വെറൈറ്റി ഓഫ് ക്വാർട്ടേഴ്സ്, ഫ്രം പീപ്പിൾ ഓഫ് ഡിഫറെൻറ്റ് ക്ലാസസ്, കൈൻഡ്സ് എറ്റ്സെട്ര. അങ്ങനെ പലതും വരുമത്രേ. എത്ര പ്രവിഷ്ടാ വിഷയാ പരേരിതാ പരേരിതാ വിഷയാ എത്ര പ്രവിഷ്ടാ. ബാക്കിയുള്ളവർ അവരുടെ നല്ല മനസ്സും നല്ല സമർപ്പണ ബുദ്ധിയും വെച്ചുകൊണ്ട് എന്തെല്ലാം കൊടുക്കുന്നുവോ അത് മുഴുവനും ഈ സ്വീകരിക്കുന്നത് ആരാ? അവധൂതനോ സന്യാസിയോ മഹാത്മാവോ മഹാഭാഗവതനോ ആയ ഒരാൾ. ആ ആളുടെ അടുത്ത് വരുന്ന സമയത്ത് അത് എങ്ങനെ വരണം അതാണ് പ്രധാനം. തരുന്നത് അവരാണ്, അവരുടെ മനസ്ഥിതി അവരുടെ കയ്യിൽ. ഈ ആരെ നോക്കി തരുന്നുവോ ആർക്കായി കൊടുക്കുന്നുവോ ആ ആളുടെ മനസ്ഥിതി എന്തായിരിക്കണം, അതാണ് ശങ്കരാചാര്യർ ഇവിടെ പറയുന്നത്. ഇറ്റ്സ് ആക്ച്വലി ഗിവിങ് യു എ മെത്തഡോളജി, giving you a psychological outlook as well as dimension, by virtue of which you will be able to receive and also assimilate the impacts of all kinds of offer coming from a variety of quarters. നദീ പ്രവാഹ ഇവ വാരിരാശൗ. വാരിരാശിയിൽ, അതായത് സമുദ്രത്തിൽ നദീ പ്രവാഹം പോലെ ആരാരെല്ലാം എന്തെല്ലാം കൊടുക്കുന്നുണ്ടോ അത് മുഴുവനും അതിൻ്റെ ഇമ്പാക്റ്റാണ് ഇവിടെ. കൊടുക്കുന്ന സാധനങ്ങൾ പുറത്തിരിക്കുകയുള്ളൂ. ലിനന്തി സന്മാത്രതയാ. തൻ്റെ ഉള്ളിൽ എന്താ? പരമാത്മാവാണ്. ആ പരമാത്മാവ് എന്താ? ലോകം മുഴുവനും ഗ്രസിച്ചു നിൽക്കുന്ന ഒരു സാന്നിധ്യം, ഒരു പ്രഭാവം, ഒരു വിശേഷപ്പെട്ട ചൈതന്യം, എല്ലാറ്റിനെയും ഗ്രസിച്ചു നിൽക്കുന്നതാണ്. ഇവർ തരുന്ന പദാർത്ഥങ്ങളോ നിസ്സാരമായിട്ടുള്ള ഭൂമിയിൽ വിളയുന്നതോ വ്യവസായം ചെയ്ത് ഇൻഡസ്ട്രിയലൈസ് ചെയ്ത് ഉണ്ടാക്കുന്ന പ്രോഡക്ട്സോ ആണ്. ചിലപ്പോൾ ഗ്ലാസ് ആവാം, കായ്കറികളാകാം, വസ്ത്രങ്ങളാകാം, വേറെ എന്തെങ്കിലും ആഡംബര വസ്തുക്കൾ എന്ന് ഞാൻ പറയുന്നില്ല, അവരുടെ ദൃഷ്ടിയിൽ അതങ്ങനെയായിരിക്കാം. അങ്ങനെയുള്ള പല സംഗതികളും തന്നു എന്ന് വരും. ആശ്രമത്തിൽ ഒരാൾ വന്നു, അദ്ദേഹം ഒരു ആശാരിയാണ്. അപ്പോൾ നൈമിഷാരണ്യത്തിൽ കൊടിമരമൊക്കെ ഉണ്ടാക്കി ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം മകള് ഡാൻസ് ചെയ്യുക, സ്വാമിജിക്ക് മകളുടെ ഡാൻസ് ഒന്ന് കാണിക്കണം എന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഡാൻസ് കളിച്ച് കാണാനുള്ള സൗകര്യങ്ങളൊന്നുമില്ലല്ലോ. ആദ്യമായിട്ട് വന്നു, ഞാൻ താഴത്ത് വന്ന് നോക്കിയപ്പോൾ ഒരു സാധനം, എന്താ അത്? പഴയ കാലത്ത് ഭസ്മം ഇടാൻ ഉപയോഗിക്കുന്ന ഒരു ഭസ്മപാത്രമാണ്. ആ ഭസ്മപാത്രത്തിൽ വീട്ടുകൊണ്ടുണ്ടാക്കിയ ഒരു പാത്രം, ഒരു 4 ഇഞ്ച് 5 ഇഞ്ച് വ്യാസം ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ ഒരു കുറ്റി പോലെ നാട്ടി അവിടെ നിന്ന് അങ്ങോട്ട് മരം കൊണ്ടൊരു ചങ്ങല 5-6 പീസുണ്ട്. ഒരൊറ്റ മരം കൊണ്ട് കൊത്തി ഉണ്ടാക്കിയിരിക്കുകയാണ്. ഒരു ചങ്ങല എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വട്ടക്കണ്ണിയുടെ ഉള്ളിൽ വേറെ ഒന്ന് അതിലൊരു ജോയിൻ്റ് ഒന്നുമില്ല. അപ്പോൾ ഒരേ ഒരു മരമുണ്ട്. ആ മരത്തിൽ കൊത്തി ഒരു കണ്ണിയും വേറൊരു കണ്ണിയും കൂടി വിടിയിച്ച് 4-5 കണ്ണിയുള്ള ഒരു പാത്രം. സ്വാമിജി ഇവിടെ എവിടെയാണ് തൂക്കിയിടുക എന്നറിയില്ല. അറിഞ്ഞെങ്കിൽ ഞാൻ പിച്ചള ചെയിൻ കൊണ്ടുവന്ന് അത് തൂക്കാനുള്ള സൗകര്യവും കൂടി കൊണ്ടുവന്നേനെ. ഇത് സ്വാമിജിക്ക് തരണം എന്ന് തോന്നി.
കണ്ടപ്പോൾ എനിക്ക് തോന്നി, പാവം എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ലൊരു വസ്തു. ഭൂമാനന്ദ സ്വാമിജിക്ക് അത് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഞാൻ എങ്ങനെയാണ് അത് ഉപയോഗിക്കുക? അതിൽ ഭസ്മം നിറയ്ക്കണം. എന്നിട്ട് ആ ഭസ്മം തൊടാനാണ് അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത്. ഞാൻ മാജിലെടുത്ത് അവിടെ കൊണ്ടുവച്ചു. ഈ ഒരു സാധനം ഇവിടെ ഇരിക്കട്ടെ, എന്തായാലും എത്ര സ്നേഹത്തോട് കൂടിയിട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ അദ്ദേഹത്തിന് എന്താ അങ്ങനെ തോന്നിയത്? ഞാൻ പഴയ കാലത്തൊക്കെ ഭസ്മം ഇങ്ങനെ എല്ലാ സ്ഥലത്തും പൂശിക്കൊണ്ടിരുന്ന ആളാണ്. പുറത്തും അകത്തും മുട്ടിലും കാലിലും വയറ്റിലും ഒക്കെ എൻ്റെ ഭസ്മം പൂശി വളരെ വിശേഷമാണ്. അങ്ങനെയാണ് വളർന്നിട്ടുള്ളത്. ഈ സന്യാസിയൊക്കെ ആയിട്ട് പുറത്തു പോകുമ്പോൾ ഞങ്ങളൊക്കെ ഷർട്ടൊക്കെ ധരിക്കുന്നവരാ. അപ്പോൾ ഈ ഉള്ളിൽ ധരിച്ച ഭസ്മമൊന്നും കാണില്ല. അത് മാത്രമല്ല, കാലത്ത് ഭസ്മം തൊട്ടാലും ഒരു 2 മണിക്കൂർ കഴിയുമ്പോഴേക്കും അതൊക്കെ പോകും. അപ്പോൾ ഒരു ദിവസം 5-6 തവണ തൊടാൻ പറ്റും? അത് പറ്റില്ല. അപ്പോൾ ഞാൻ എന്ത് തീരുമാനിച്ചു? ചന്ദനമാണെങ്കിലും അരയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഗോപി ചന്ദനം എന്ന് പറഞ്ഞ് മണ്ണ് കട്ടയുണ്ട്. ആ മണ്ണ് കട്ട ഒരു തുള്ളി വെള്ളം ഇവിടെ ഒഴിച്ച് ഇങ്ങനെ ഉരച്ചാൽ അത് അലിഞ്ഞോളും. അതാണ് ഞാനിവിടെ പൊട്ടായിട്ട് ധരിക്കുന്നത്. സന്യാസി ആയതിനു ശേഷം എനിക്ക് തോന്നുന്നു 1 കൊല്ലം 2 കൊല്ലം കഴിയുമ്പോഴേക്കും ഈ ഗോപീചന്ദനം ഉപയോഗിച്ചതാണ്. എളുപ്പം എവിടെ വേണമെങ്കിൽ കൊണ്ടുപോകാം. ഇത്ര നീളത്തിലൊരു സാധനമാണ്. അതാണ് ഉപയോഗിക്കുന്നത്. പഴയ കാലത്ത് ഞാൻ കുളിക്കാനൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് എണീറ്റുടനെ പോകണം. അപ്പം ഞങ്ങൾക്ക് 2 പാത്രമുണ്ട്. അതിൽ ഒരെണ്ണത്തിൽ ഉമിക്കരി അസലായിട്ട് അരിച്ച് പൊതിഞ്ഞതിൽ വയ്ക്കും. പിന്നെ ഒന്നിൽ ഭസ്മം. എണീറ്റ ഉടനെ വേഗം പാത്രം തുറന്ന് 2 ഓരോ പൊതി എടുത്തിട്ട് കുളത്തിലേക്ക് ഒരു ഓട്ട കൊടുക്കും കുളിക്കാൻ. ഇതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൽ വാസ്തവത്തിൽ ഭസ്മം നിറയ്ക്കുകയാണെങ്കിൽ അത് ശിവരാത്രിക്ക് മുൻകൂട്ടി തന്നെ പശുവിൻ ചാണം കൊണ്ട് ഉരുട്ടി ഉണ്ടാക്കിയിട്ടുള്ള ആ ഉരുളകൾ ഒരു തുളയൊക്കെ ആയിട്ട് അമ്മ പഴയ കാലത്ത് അതങ്ങനെ ഉണക്കി വയ്ക്കും. ശിവരാത്രി ദിവസം ഞങ്ങളത് മുറ്റത്ത് ഇങ്ങനെ കൂമ്പാരമായിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഉമി ധാരാളം ഇട്ടങ്ങോട്ട് മൂടും. എന്നിട്ട് ശിവരാത്രിക്ക് സന്ധ്യയ്ക്ക് അത് തീ കൊടുക്കും. 2 ദിവസം കഴിയുമ്പോഴേക്കും അത് കരിഞ്ഞ് ഭസ്മമായിട്ടുണ്ടാവും. അങ്ങനെ പതുക്കെ ആ ഉരുള അനക്കാതെ എടുത്തിട്ട് അതാണ് ഭസ്മം. അത് വേണ്ടതുപോലെ ചെയ്യുമ്പോൾ ഈ ചാണാവുമ്പോൾ അതിൽ ചില വൃത്തികേടുകൾ ചിലതൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ കല്ലോ മണ്ണോ ഉണ്ടായി എന്ന് വരാം. ഈ ചാണം ഇടുന്നത് എവിടെയാണ്? നിലത്തൊക്കെയാണല്ലോ. അപ്പം അത് വെള്ളത്തിൽ കലക്കി അരിച്ച് അതിൻ്റെ ആ മുകളിൽ പൊന്തിക്കിടക്കണ ഭാഗവും അടിയുള്ളതൊക്കെ കഴിഞ്ഞ് തെളിയിപ്പിച്ചെടുത്തിട്ട് ആ ഭസ്മമാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. തെളിയിച്ച ഭസ്മം, വെറും ഭസ്മല്ല, അരിച്ചെടുത്തിട്ടുള്ള ഭസ്മം. ഇതാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ സ്വാമിജി ഇന്നത്തെ കാലത്ത് ഇപ്പോൾ അങ്ങനെയുള്ള ഭസ്മം കിട്ടുമോ? എനിക്ക് തോന്നുന്നില്ല. എന്ത് ഭസ്മാണാവും? വല്ല ഫാക്ടറിയിലൊക്കെ പോയി എടുക്കുന്ന ഭസ്മമായിരിക്കാം. ചന്ദനം തൊടലിന് വളരെ വിശേഷമാണ്. പക്ഷേ ചന്ദനം നിങ്ങളൊരു 10 ദിവസം തൊട്ടാൽ ഈ തൊലിയൊക്കെ കറക്കും. അതിൽ പന്നീര് എന്നുള്ള നിലയ്ക്ക് രാസവസ്തുവാണ് അതിൽ ചേർക്കുന്നത്. രാസവസ്തു ചേർത്ത് ഇവിടെ പരട്ടിയാലോ? പലരും ഇവിടെ വരുന്നവരെ എനിക്ക് ചന്ദനം തൊടാൻ പറ്റില്ല സ്വാമിജി. എന്താ? പൊള്ളുകയാണെന്ന്. അപ്പോൾ പൊള്ളിക്കാനാണോ വാസ്തവത്തിൽ ചന്ദനം? നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അപ്പോൾ എവിടെയാണോ വേർ മണി മൾട്ടിപ്ലൈസ് മെൻ ഡീക്കേ. ഒരു ക്ഷേത്രത്തിൽ ഒരു 50 100 ആൾ പോയാൽ ഒക്കെ വേണ്ടതുപോലെ നടക്കും. 50 100ൻ്റെ സ്ഥാനത്തിൽ 1000 10,000 ലക്ഷവും പോയി തുടങ്ങിയാൽ എങ്ങനെയാണ് ഈ 24 മണിക്കൂറിനുള്ളിൽ ഇവരെ മുഴുവനും വേണ്ടത് കൊടുത്താൽ അയക്കാൻ പറ്റുക? ഓട്ടോമാറ്റിക്കലി കംസ് കറപ്ഷൻ. ഓട്ടോമാറ്റിക്കലി. അപ്പോൾ നാം പവിത്രതയാണ് ഉദ്ദേശിക്കുന്നത്. ആ പവിത്രത മുഴുവനും പരിരക്ഷിക്കാൻ മാനേജ്മെൻറ്റിന് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് വിശേഷപ്പെട്ട ഒരു ചോദ്യമാണ്. ദേവസന്നിധികൾ മുഴുവനും പവിത്രമായും ദിവ്യമായിട്ടും വേണം നിലനിർത്താൻ. ആ പവിത്രത എന്ത്, ആ ദിവ്യത്വം എന്ത് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം. കണ്ണിൽ എണ്ണ ഒഴിച്ച് ജാഗരൂകരായിരുന്നാലേ പറ്റുള്ളൂ. അപ്പം എന്തിനാ ഞാനിതിവിടെ പറഞ്ഞ്, നാരായണാശ്രമ തപോവനത്തിൽ ഭൂമാനന്ദ സ്വാമിജിയെ കാണുമ്പോൾ ഒരു ഭസ്മപാത്രം മരച്ചങ്ങലയോടുകൂടി കൊടുക്കണമെന്ന് തോന്നി. പാവം, എനിക്ക് തോന്നുന്നു ഒരാഴ്ച കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അത് പണിയെടുക്കാൻ. സ്വാമിജി നല്ല ക്ഷമ വേണം ഇത് ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞിട്ടാണ് പോയത്. ആ കുട്ടി ഒന്ന് ഡാൻസ് കളിക്കണം എന്ന് പറഞ്ഞ് ഡാൻസും കളിപ്പിച്ച് കാണാൻ പറഞ്ഞു. കണ്ടിട്ടാണ് അങ്ങോട്ട് പോയത്. അപ്പം എത്ര ഭക്തിയോടുകൂടി അദ്ദേഹം വന്നിരിക്കണത്. വേറെ ജോലിയില്ലാതെയല്ല, ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി കൊടുക്കണം എന്ന് തോന്നിയല്ലോ. ഇതുപോലെയാണ് മനുഷ്യരുടെ മനസ്സ്. ഇന്ത്യ രാജ്യത്തിലുള്ള പ്രജകളെ നിങ്ങൾ ഒരിക്കലും നിസ്സാരരാക്കി കാണരുത്. നിസ്സാരരാക്കി കാണരുത്. അനവധി പാമ്പുകൾ ഉണ്ടാവും, പലതിനും പടമുണ്ടാവില്ല. അതിൽ കൃഷ്ണസർപ്പം, രാജവെമ്പാല എന്ന് പറയുന്ന നല്ല നല്ല പാമ്പുകളും ഉണ്ടാവും. അതിൽ ഏത് പൊത്തിൽ ഏത് പാമ്പാന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ആരുടെ മനസ്സാണ് നല്ലത്, ആരുടെ മനസ്സാണ് മോശം എന്ന് പറയാൻ പറ്റില്ല. ഒരു സദസ്സിനെ അഭിമുഖീകരിക്കുമ്പോൾ അതിൽ എത്രയും വലിയ കേമന്മാർ, ശുഗമഹർഷിയെ പോലെയുള്ളവരുണ്ടാവാം എന്ന് വിചാരിക്കണം. എന്നിട്ട് വേണം സംസാരിക്കാൻ. അല്ലാതെ കേൾക്കുന്നവരൊക്കെ വിഡ്ഢികളാണെന്ന് പറഞ്ഞ് ഒരു പണ്ഡിതൻ സംസാരിക്കാൻ തുടങ്ങിയാൽ അത് നേരെയാവില്ല. ആർക്കും വേണം ഈ അറിവ് എന്ന് പറയുന്നത്. അതിൻ്റെ വാതിലൊന്നും അടച്ചിട്ടില്ല. ആർക്ക് വേണമെങ്കിൽ ആ കവാടം തുറന്ന് എത്ര വേണമെങ്കിൽ ഉൾക്കൊള്ളാം എന്നുള്ളതാണ്. അപ്പം ഇവിടെ എന്താ പറയുന്നത്? എത്ര പ്രവിഷ്ടാ വിഷയാ പരേരിത നദീപ്രവാഹ ഇവ വാരിരാശൗ
ലിനന്തി സന്മാത്രതയാന വിക്രിയാം ഉത്പാദയന്ത്യേഷ യതിർ വിമുക്ത. ഞാൻ പറഞ്ഞല്ലോ, ധ്യാനം ചെയ്ത് ആ ധ്യാനനിഷ്ഠനായിരുന്നാൽ എല്ലാമായി എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ധ്യാനം ഒരു മീൻസ്, ഒരു ഉപാധി മാത്രമാണ്, ഒരു വഴി മാത്രമാണ്, ഒരു പരിശീലനം മാത്രമാണ്. വേദാന്ത ശാസ്ത്രം പറയുന്നത് നിർവികൽപ്പ സമാധി പരിശീലിക്കണം എന്നാണ്. പരിശീലിക്കണം, ആ വാക്കിന് അർത്ഥം എന്താ? ഒരു തവണയല്ല പലതവണയായി മനസ്സിനെ നിശ്ചലമാക്കി നിർവികൽപ്പമാക്കി, നിശ്ചലമാക്കി നിർവികൽപ്പമാക്കി. നിശ്ചലം എന്ന് പറഞ്ഞാൽ അനങ്ങാതെ, നിർവികൽപ്പം എന്ന് പറഞ്ഞാൽ സംശയമില്ലാതെ, അങ്ങനെ നിസ്സംശയത്തോടുകൂടി നിശ്ചലമായി ഇരുന്ന് 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 എന്താണ് ഈ ഇരിക്കുന്നത്? എന്താണ് ഈ ഇരിക്കുന്നത്? ഇത്ര നേരം ചിന്തിച്ചു കൊണ്ടിരുന്നു, ഇപ്പം അതേ സാധനം നിശ്ചിന്തമായിരിക്കുന്നു, അതേ സാധനം നിർവികൽപ്പമായിരിക്കുന്നു. സാധനത്തിൽ മാറ്റം വന്നിട്ടില്ല. വിളക്ക് കത്തിച്ചു, ആ നാളം കുറേശ്ശെ കാറ്റിൽ കുറേശ്ശെ അനങ്ങുന്നുണ്ട്. ആ അനങ്ങണത് എന്താ? നാളം. അനങ്ങാതെ നിൽക്കുന്നതോ? നാളം. അപ്പം ആ അനങ്ങുന്ന നാളത്തിൽ അനങ്ങാതെ ഇരിക്കുന്നത് വിട്ട് എന്തെങ്കിലും ഒന്ന് പുതിയതായി വരുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ നിങ്ങൾ? അനങ്ങാതെ ഇരിക്കുന്ന നാളം പെട്ടെന്ന് പതുക്കെ ഒരു മന്ദമാരുതൻ വീശി എന്നിരിക്കട്ടെ, അപ്പം ആ നാളം കുറേശ്ശെ അങ്ങനെ അനങ്ങും. ആ അനങ്ങുന്ന സമയത്ത് അവിടെ നാളമല്ലാതെ ആവുന്നുണ്ടോ? ഇല്ല. എന്നാൽ ഒരു അനക്കം കാണുന്നില്ലേ? ഉവ്. ആ അനങ്ങിയത് കൊണ്ട് അതിന് ചൂടിനോ അതിൻ്റെ പ്രകാശത്തിനോ വല്ല മാറ്റമുണ്ടോ? ഇല്ല. പിന്നെ എന്താ? ഒന്നുമില്ല. അനങ്ങി എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. അതുപോലെ ആകണം നിങ്ങളുടെ ചിത്തവും നിങ്ങളുടെ ചിത്തവൃത്തിയും. അപ്പം നിശ്ചലമാക്കിക്കോളൂ. നിശ്ചലമാക്കി അവിടെ ഇരിക്കൂ. എന്നിട്ട് മനസ്സിലാക്കൂ, അനുഭവിക്കൂ, ഉണരൂ, നുകരൂ. എന്താണ് നിശ്ചലമായിരിക്കുന്നതെന്ന്, എന്താണ് നിർവികൽപ്പമായിരിക്കുന്നതെന്ന്. അങ്ങനെ നിശ്ചലത്വവും നിർവികൽപ്പത്വവും പരിശീലിച്ച് 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 ഈ ഉൾചേതന എന്താണെന്ന് ജാഗ്രത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും ഒരുപോലെ നിങ്ങൾക്ക് ഗ്രഹിക്കാറാവണം. ഉറങ്ങിയതും അതാണ്, സ്വപ്നമായി തീർന്നതും അതാണ്, ഇതാ ഉണർന്ന ഇന്ദ്രിയങ്ങളിലൂടെ സമ്പർക്കം നടത്തുന്നതും അതാണ്. അതിനൊരു മാറ്റവും ഇല്ല. മാറ്റമുള്ളത് മുഴുവൻ മറ്റതിനാണ്. അത് ഉറങ്ങിയത് കൊണ്ട് അല്ലാതെ ആവുന്നില്ല, അതല്ലാതെ ആവുന്നില്ല. സ്വപ്നം കണ്ടതുകൊണ്ട് അതിന് മാറ്റം വന്നിട്ടില്ല. ദാ ഉണർന്നിരിക്കുന്ന സമയത്തും അതിന് ഒരു മാറ്റവും വരണില്ല. അങ്ങനെ ഞാൻ നിർവികാരനാണ്, 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 നിർവികാരനാണ് എന്നുള്ള അനുഭവം നിങ്ങൾക്ക് ഇങ്ങോട്ട് വരണം. അതുവരെയാണത്. അപ്പോൾ ലിനന്തി സന്മാത്രതയാന വിക്രിയാമുത്പാദയന്തി. ഇങ്ങനെ പലരും സാധനങ്ങളായോ വാക്കുകളായോ സമീപനങ്ങളായോ സമ്പർക്കങ്ങളായോ എന്തെല്ലാം നമ്മൾക്ക് അനുഭവിക്കേണ്ടി വരുന്നുവോ പാത്രമാകുന്നുവോ നാം, അത് ഒന്നിനാലും വിക്രിയാം ന ഉത്പാദയന്തി. ശ്രദ്ധിക്കുന്നുണ്ടോ ഈ പദങ്ങൾ? ഒരു തരത്തിലും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ വികാരം ജനിപ്പിക്കരുത് ഈ പദാർത്ഥങ്ങൾ. വിക്രിയാം ന ഉത്പാദയന്തി സന്മാത്രതയാ. ആ മനസ്സ് എന്ന് പറയുന്നത് ചേതനയാണ്. ചേതന എന്ന് പറഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ. ആകാശത്തിൽ പോലും ബാക്കി 4 ഭൂതങ്ങളുടെ കറയോ കുറയോ ഏൽക്കില്ല. അപ്പൊ ചിതാകാശം എന്ന് പറയുന്ന ആകാശമുണ്ടല്ലോ, ഉണർവ്, അതിലെന്ത് കറയും എന്ത് കുറയും ഏർക്കാനാ? ഒന്നും ഏൽക്കില്ല. അങ്ങനെ ലിനന്തി സന്മാത്രതയാ ന വിക്രിയാമുത്പാദയന്തി. ബാക്കിയുള്ളവർ നൽകുന്നതായ എന്തുമാകട്ടെ ഒരു തരത്തിലുമുള്ള വികാരം ജനിപ്പിക്കാതെ ഇരിക്കുന്നത് എപ്പോഴോ ആ ആളാണ് യതിർ വിമുക്ത. ആ സന്യാസി യതി, ആ യോഗിയാണ് വിമുക്തൻ. അപ്പൊ ധ്യാനനിഷ്ഠൻ എന്നൊന്ന്, ജീവൻ മുക്തൻ എന്ന് പറയുന്നത് വേറെ ഒന്ന്. ജീവൻ മുക്തനാകണമെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ, വ്യവഹരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, സമ്പർക്കം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ആ സമയത്ത് ഈ മുക്തി എന്ന് പറയുന്ന ആ സ്വാതന്ത്ര്യമുണ്ടല്ലോ, ആ ഫ്രീഡം, ആ വിരാമം, ആ നിർവൃതി അനുഭവപ്പെടണം എന്ന് എത്ര ഭംഗിയായിട്ട് പറഞ്ഞിരിക്കുക. This is the true spiritual enlightened dimension of a knower of truth. Etra pravishta vishayah paredita nadi pravaha iva varirashau linandi sanmatradayana vikriyam utpadayandyesha yadir vimuktaha. ചുരുക്കം പറഞ്ഞാൽ ആരാവണം ഈ ജ്ഞാനി? ആത്മസമുദ്രമാകണം. ആത്മസമുദ്രമാകണം. സമുദ്രം എത്ര നദികൾ വന്ന് പ്രവേശിച്ചാലും ശരി, സമുദ്രത്തെ നദിയാക്കില്ല, നദിമയമാവില്ല. അത് എല്ലാ നദികളും സമുദ്രമയമാണ് ആകുന്നത്. അതുകൊണ്ട് എല്ലാറ്റിനെയും സംലയിപ്പിച്ച് ആത്മജ്ഞാനം കൊണ്ട്
ആത്മതല ബോധം കൊണ്ട് സംലയിപ്പിച്ച് എല്ലാറ്റിനെയും ആത്മസാത്കരിച്ചുകൊണ്ട് ഈ ലോകത്തിൽ വിഹരിക്കുന്നവനോ സഞ്ചരിക്കുന്നവനോ വ്യവഹരിക്കുന്നവനോ ഉണ്ടല്ലോ, ആ ആളാണ് ശരിയായിട്ടുള്ള മുക്തൻ. എത്ര പ്രവിഷ്ടാ വിഷയാ പരേരിതാ നദീപ്രവാഹ ഇവ വാരിരാശൗ ലിനന്തി സന്മാത്രതയാന വിക്രിയാം ഉത്പാദയന്ത്യേഷ യതിർ വിമുക്തഃ. ഇനി 47-ാമത്തെ ശ്ലോകമാണ് 7-ാം അധ്യായത്തിൽ 11-ാം സ്കന്ധത്തിൽ. സ്വമായയാ സൃഷ്ടമിദം സദസല്ലക്ഷണം വിഭു പ്രവിഷ്ടയീയതേ തത്തത് സ്വരൂപോ അഗ്നിരിവൈധസി. ഇപ്പോഴും അഗ്നിയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അഗ്നിയിൽ നിന്ന് താൻ പഠിച്ചത് എന്തൊക്കെയാ എന്നാണ്. 5-ാമത്തെ പദാർത്ഥമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള 24 സ്വമായയാ സൃഷ്ടമിദം സദസല്ലക്ഷണം വിഭു പ്രവിഷ്ടയീയതേ തത്തത് സ്വരൂപോ അഗ്നിരിവൈധസി. സ്വമായയാ സൃഷ്ടമിദം സദസല്ലക്ഷണം വിഭു. ഈശ്വരൻ ഈ ലോകത്തെ സൃഷ്ടിച്ചു. എവിടെയാ സൃഷ്ടിച്ചിരിക്കുന്നത്? ഒരു കുംഭാരൻ മണ്ണുകൊണ്ട് കലമുണ്ടാക്കുമ്പോൾ കുംഭാരൻ ഇപ്പുറത്ത്, ഉണ്ടാക്കുന്ന കളിമണ്ണ് അപ്പുറത്ത്. അവർ രണ്ടുപേരും 2 സ്ഥലത്താണ് ഭൂമിയിലിരിക്കുന്നത്. അതുകൊണ്ട് കലമുണ്ടാക്കി നിരത്തി വയ്ക്കുമ്പോൾ അത് വേറെ ഒരു സ്ഥലത്ത്. അപ്പം എത്ര സ്ഥലമായി ഇവിടെ? കുംഭാരൻ ഇരിക്കുന്ന ഒരു സ്ഥലം, കളിമണ്ണുള്ള ഒരു സ്ഥലം, പാത്രങ്ങൾ ഉണ്ടാക്കി വയ്ക്കുന്ന വേറെ ഒരു സ്ഥലം. ഇതൊക്കെ ഭൂമിയുടെ മുൾഭാഗത്താണ്. ഈശ്വരൻ അതുപോലെയാണോ ഈ ലോകത്തിന് സൃഷ്ടിച്ചത്? ഈശ്വരൻ ഒരാൾ എവിടെയായിരുന്നു? സൃഷ്ടിക്കാനായിട്ട് അദ്ദേഹത്തിന് വേറെ ഒരു പദാർത്ഥം തേടേണ്ടി വന്നു. അങ്ങനെയാണെങ്കിൽ അത് ആരാണ് കൊടുത്തത്? അപ്പം ഈശ്വരനെ കൂടാതെ വേറെ ഒന്നുണ്ടോ? ഇല്ല. അപ്പം ഈശ്വരൻ്റെ സൃഷ്ടി കുംഭാരൻ്റെ സൃഷ്ടിയോട് കൂടി ഉപമിക്കാൻ പറ്റില്ല. ഈശ്വരൻ സൃഷ്ടിച്ചത് താൻ തന്നെ, തന്നിൽ തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ആ സൃഷ്ടിക്ക് ശേഷം ആ സൃഷ്ടി മുഴുവൻ എവിടെ നിലനിൽക്കുന്നു? തന്നിൽ തന്നെ. അതിനെന്താ ഞാനൊരു ഉദാഹരണം പറയുക? പറയാം, കേട്ടോളൂ. നമ്മുടെ മനസ്സ് പല വിചാരങ്ങളും സൃഷ്ടിക്കുന്നു. എങ്ങനെയാണ് ഈ മനസ്സ് വിചാരം സൃഷ്ടിക്കുന്നത്? മനസ്സിൽ നിന്ന് തന്നെ. ആ സൃഷ്ടിച്ച വിചാരത്തെ മുഴുവൻ എവിടെയാണ് വയ്ക്കുന്നത്? മനസ്സിൽ തന്നെ. ഓരോ വിചാരമായിട്ട് എങ്ങനെയാണ് ലയിച്ചില്ലാതെയാവണത്? അതും മനസ്സിൽ തന്നെയാണ്. അപ്പം മനസ്സിന് വിചാരങ്ങൾ സൃഷ്ടിക്കാനും നിലനിർത്താനും ഇല്ലാതെയാക്കാനും സാധിക്കും. അങ്ങനെ അനവധി വിചാരങ്ങൾ സൃഷ്ടിച്ചതുകൊണ്ട് മനസ്സിന് വല്ല കുറവും ആകത്തുകയ്ക്ക് വരുന്നുണ്ടോ? ഇല്ല. ലയിച്ചു ചേർന്നത് കൊണ്ട് മനസ്സിന് എന്തെങ്കിലും കുഴപ്പം വരുന്നുണ്ടോ? ഇല്ല. എല്ലാം കൂടി ഇവിടെ എത്ര മനസ്സുണ്ട്? 1. സ്ഥലമോ? മനസ്സിന് സ്ഥലം വേണ്ടല്ലോ, സ്ഥലവും ഇല്ല. അപ്പം സ്ഥലമില്ലാതെ തന്നെ മനസ്സ് ലക്ഷോപലക്ഷം വിചാരങ്ങളെ സൃഷ്ടിച്ച് രചിച്ച് അവയെ നിലനിർത്തി അവയെ ഇല്ലാതെയാക്കുന്നത് ഏതുപോലെയോ അതുപോലെയാണ് ഈശ്വരന്റെ രചനാവിശേഷം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? മനസ്സിലായോ? സ്വമായയാ സൃഷ്ടിതം. ഇവിടെ മായാശബ്ദത്തിന് എന്താ അർത്ഥം? ദി ഇൻസ്ക്രൂട്ടബിൾ പവർ വിച്ച് ഗോഡ് ഹോൾഡ്സ് വിതിൻ ഹിംസെൽഫ്. നമുക്ക് നിർവചിക്കാൻ പറ്റാത്തത്, അനിർവചനീയമായിരിക്കുന്ന ഈശ്വര ശക്തിക്കാണ് മായ എന്ന് പേര്. തൻ്റെ മായ കൊണ്ട് ഇതം സൃഷ്ടം, ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച് സദസല്ലക്ഷണം വിഭുഹു. സദസല്ലക്ഷണം എന്ന് പറഞ്ഞാൽ സ്ഥൂലവും സൂക്ഷ്മവുമായിട്ടുള്ളത്. ഒരു ഭാഗത്ത് നശ്വരത, അതിനെ നിലനിർത്താനായി അനശ്വരത, ഇത് രണ്ടും കലർന്നതായി സൃഷ്ടിവിശേഷം. പ്രവിഷ്ട ഈയതേ തത്തത്. എന്നിട്ട് ആ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതായ പദാർത്ഥങ്ങൾ മുഴുവനും അവയുടെ യഥാശക്തിയോടുകൂടി, അവയുടെ ശക്തിയോടുകൂടി ഓരോ പ്രവൃത്തികൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഒരു ലോറി ഉണ്ടാക്കുന്ന, ട്രക്ക് ഉണ്ടാക്കുന്ന ഒരു കമ്പനി, അശോക് ലീലൻഡിൻ്റെ, ടാറ്റ ഉണ്ട്, പിന്നെ വേറെ വല്ലതും മഹേന്ദ്ര ഒക്കെ ഉണ്ടല്ലോ. അവർ ട്രക്കുകൾ ധാരാളം ഉണ്ടാക്കി കൊടുത്തിട്ട് ആ ട്രക്കുകൾ ഓടിക്കാനായിട്ട് അവരെന്ത് ചെയ്യണു? ഒന്നും ചെയ്യണില്ല. ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നു, നിങ്ങൾ ഓടിച്ചോളൂ എന്ന് പറയുക. അപ്പോൾ ഓരോ ട്രക്കും ഓടിക്കാനുള്ള ഡ്രൈവർ ഈ ഉത്പാദന കേന്ദ്രത്തിൽ നിന്ന് തരുന്നതോ കൊടുക്കുന്നതോ ഒന്നും അല്ല എന്നുള്ളത് വ്യക്തമല്ലേ? ഇവിടെ അങ്ങനെയല്ല. പ്രവിഷ്ട ഈയതേ തത്തത്. ഓരോ ജീവരാശി, ആ ജീവരാശിയിൽപ്പെട്ട ഒറ്റയ്ക്കുള്ള ജീവങ്ങൾ അനവധി, ഇവയെല്ലാം സൃഷ്ടിച്ചിട്ട് ഈശ്വരൻ എന്ത് ചെയ്യണു? അതിൻ്റെ ഉള്ളിൽ കിടന്നുകൂടുകയാണ് അതിനെ പ്രവർത്തിപ്പിക്കാനായി. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ എന്ന് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞല്ലോ. എല്ലാ ഭൂതങ്ങളുടെയും ഉള്ളിലാണ് ഈശ്വരൻ കുടികൊള്ളുന്നത്. എന്തിനു വേണ്ടി? തൻ്റെ മായാശക്തി കൊണ്ട് കണ്ണും കാതും കയ്യും കാലും എല്ലാം പ്രവർത്തിപ്പിക്കാനായി. അപ്പൊ എല്ലാറ്റിനെയും പ്രവർത്തിപ്പിക്കാനായി പ്രവിഷ്ടയതേ തത്തത്, ഓരോന്നിൻ്റെയും ഉള്ളിൽ പ്രവേശിച്ചിരിക്കുക. സ്വരൂപോ അഗ്നിരിവൈധസി. ഓരോന്നിൻ്റെയും ഉള്ളിൽ എങ്ങനെയാ പ്രവേശിച്ചിരിക്കുന്നത്? അഗ്നിയെപ്പോലെ.